നമസ്കാരം, കഫേ 48ലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഷ്രിംപ് റോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാനായിട്ട് 600 ഗ്രാം ഷ്രിംപ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഷെല്ലൊക്കെ റിമൂവ് ചെയ്ത ശേഷം 250 ഗ്രാം കിട്ടിയിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഷ്രിംപ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുമാണ് എടുത്തിരിക്കുന്നത്. പൊടികളെല്ലാം ഇട്ട ശേഷം നാരങ്ങാ നീരും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് ഈ ഒരു ഷ്രിംപ് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അതിന് ശേഷമാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തക്കാളി ചോപ്പ് ചെയ്തത്, ചെറിയുള്ളി, കറിവേപ്പില, മുളക് പൊടി, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടിച്ചത്, കുക്കിംഗ് ഓയിൽ, അതുപോലെ തന്നെ ചൂടുവെള്ളം. പാൻ ചൂടായ ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഷ്രിംപ് ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സൈഡും 4 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് മസ്റ്റർഡ് സീഡ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഇട്ട് കൊടുക്കാം. ജിഞ്ചർ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. 25 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. സാധാരണ എല്ലാവരും സവാളയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ചെറിയുള്ളി ഉപയോഗിക്കുമ്പോൾ കറിക്ക് നമ്മുടെ ഈ ഒരു റോസ്റ്റിന് കൂടുതൽ രുചി കിട്ടും. ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി ബ്രൗൺ കളറായി നന്നായി റെഡി ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായി ഉടഞ്ഞു വരുന്നവരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഉപ്പും. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളമാണ്. ഇത് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഗരം മസാലയും ക്രഷ് ചെയ്ത പെപ്പറും കൂടി ഇട്ട് കൊടുക്കണം. അവസാനം നമ്മൾ ഇതിലേക്ക് ഷ്രിംപ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഷ്രിംപ് ഇതിലേക്ക് ഇട്ട ശേഷം ആ ഗ്രേവി ഷ്രിംപിന്റെ എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യുക. നമ്മുടെ ഷ്രിംപ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.